പുതിയൊരു ദിവസത്തിന് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മച്ചാൻസ്. ഓൾ കേരള വാക്ക് ക്യാൻസർ അവയർനെസ്സിൽ നമ്മൾ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പാലക്കാട് വിട്ടിട്ട് മലപ്പുറത്തിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണത് മലപ്പുറം ടൗണിലോട്ടാണ് പോകാൻ പോണത്. അതുപോലെ ഇന്നലെ കുറച്ച് പക്ക ഹാപ്പിനെസ് ആയിട്ടാണ് ഇരുന്നത്. നൈറ്റ് ഒരു സ്റ്റേ ചെയ്ത് മാത്രമാണ് കുറച്ചൊരു സാഡ്നെസ് അടിച്ചിട്ടുള്ളത്. ഇല്ലാതെ എല്ലാം സെറ്റാണ്. ഇന്നലെ കണ്ടാൽ അറിയാം, എൻ്റെ സൈഡിങ് എല്ലാം ഹെയർ കട്ടിങ് ചെയ്തെല്ലാം വിട്ടായിരുന്നു ഫ്രണ്ട്സ്. ചെയ്തിട്ട് നേരെ എങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് എവിടെ സ്റ്റേ ഒന്നും സെറ്റായില്ല, പമ്പിലൊന്നും. അപ്പോൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരു കാർ വാഷിംഗ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കേട്ടായിരുന്നു, ബ്രോ ഇവിടെ നൈറ്റ് വൺ ഡേ സ്റ്റേ ചെയ്യട്ടാ ബ്രോ, സ്റ്റേ ചെയ്ത് മോർണിംഗ് ആകുമ്പോൾ ഐ വിൽ വെൻഡേ ആണെന്ന് പറഞ്ഞ് കേട്ടായിരുന്നു. അവർ മഹാരാഷ്ട്രയുള്ളവരാണ്. എനിക്കറിഞ്ഞവർ കുറച്ച് ഹിന്ദി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് സംസാരിച്ച്. അപ്പോൾ അവർ നോ പ്രോബ്ലം ബ്രോ, സ്റ്റേ ചെയ്തോളൂ, മോർണിംഗ് പോകുമല്ലോ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിരുന്നിട്ട് ലാസ്റ്റ് അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ഇങ്ങനെ അടുത്തോട്ട് എവിടെയും ഫുഡ് കഴിക്കാനുള്ള കടയില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന ഒരു കടയില്ല ഈ ഇടത്തിൽ. ബൈപ്പാസ് ഒരു ഇതാണ്, എവിടെയും ഇല്ല. ஆனால் ഇന്ന് നോക്കുമ്പോൾ അവിടെയെല്ലാം ഒരു കട തുറന്നിട്ടുണ്ട്, അതൊരു ചായ കടയാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ അവർ ഫുള്ള് കഴിക്കുന്ന സമൂസയാണ്, അതും മഹാരാഷ്ട്ര സ്റ്റൈൽ സമൂസയാണ്. അതെൻ്റെ ഇൻസ്റ്റ റീൽസിൽ ഇട്ടിട്ടുണ്ട്. അവരെ ആ സമൂസ ബ്രോ കൊണ്ടുവന്നിട്ട് ബ്രോ കഴിച്ചോളൂ ബ്രോ അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിൽ മാത്രമാണ് ഉള്ളായിരുന്നത്, എനിക്ക് ഫുഡ് കഴിക്കാൻ ഇല്ലല്ലോ, കടകളും ഇല്ലല്ലോ കഴിക്കാൻ വേണ്ടി. അങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് അവർ കൊണ്ടുവന്ന് എനിക്ക് ഒരു നല്ലൊരു സന്തോഷമായി. എന്ത് പറയണമെന്ന് തോന്നിയില്ല, നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു. അതുപോലെ നമുക്കിന്ന് നേരെ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് മലപ്പുറം ടൗണിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഇത് എങ്ങനെയെന്ന് അറിയാം. എൻ്റെ ചേട്ടൻ പറഞ്ഞ് മലപ്പുറത്തിൽ ഉള്ളവരെല്ലാം നല്ല സ്നേഹം കൂടിയവരാണെന്ന്. അപ്പോൾ നമുക്കിന്ന് പോയി ഇറങ്ങി നോക്കാം അവരത്തെ സ്നേഹം എന്താണ്, സ്നേഹമെന്ന്. അവരെ ഒരാൾ നമ്മൾക്ക് നിന്ന് സംസാരിക്കുമ്പോൾ അവരെ ക്യാരക്ടേഴ്സ് നമുക്ക് അബ്സർവ് ചെയ്യാൻ പറ്റും. എനിക്ക് പെട്ടെന്ന് ക്യാപ്ചർ ആകും ഒരാളെ പറ്റി പെട്ടെന്ന് എൻ്റെ ഒരാൾ സംസാരിക്കുമ്പോൾ. ഓക്കെ, അതേപോലെ നമുക്ക് കൂടുതൽ വളരെ സംസാരിക്കേണ്ട, നമുക്കിവിടെ നേരെ ഇറങ്ങാം കേട്ടോ. അതുപോലെ ഇന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഇനിയും പോകാനുള്ളത് തോന്നുള്ളൂ. അടുത്ത ഏപ്രിലിൽ ഓൾ ഇന്ത്യ പോകണം, അതിനോട് സപ്പോർട്ട് ഇരിക്കുകയുള്ളൂ. ഒരു മനധൈര്യം വേണമല്ലോ, അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടക്കിന് പാക്ക് ചെയ്ത് പോകാം. ഞാൻ ഇവിടെ ടെൻറ്റെല്ലാം ഇട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. നോക്കണം കേട്ടോ. ഇന്നലെ ഇവിടെയാണ് ടെൻറ്റ് ഇട്ടിട്ടുള്ളത് കയറുന്നത് കേട്ടോ. അങ്ങനെ ടെൻറ്റ് ഇവിടെ ഇട്ടിരുന്ന് അകത്തെല്ലാം വാങ്ങിയിട്ട് ആണ് നമ്മളെ ബ്രോസ് എല്ലാം അവിടെ ആയിരിക്കണം. ആയിരിക്കണം ബ്രോസ്. അടുത്ത് ഇതാണ് എനിക്ക് റോഡ് കണ്ടല്ലോ, ബൈപ്പാസ് റോഡാണ്. അണിയാണ് ചെറിയൊരു ഇരുട്ടും കാണും, വെളിച്ചം കാണും. അത് എൻ്റെ ക്യാമറയിൽ എക്സ്പോസും കൂടുമ്പോൾ വെളിച്ചം വരണം, അല്ല എക്സ്പോസും കുറയുമ്പോൾ വെളിച്ചം പോണ് കേട്ടോ. അതിലെ സമയം ഇപ്പോൾ കറക്റ്റ് ഒരു 6:30 ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് പെട്ടെന്ന് ഫ്രഷ് അപ്പിലായിട്ട് റെഡി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, അവരെ പോകുമ്പോൾ അവരെ കാണിച്ചു തരാം നമുക്ക് എല്ലാവരെയും. ആണ് വെച്ചാൽ നമ്മൾ ഫ്രഷ് അപ്പ് ആയിട്ടുണ്ട്. അത് വെച്ചാൽ നമ്മൾ ഫ്രഷ് അപ്പ് ആയിട്ടുണ്ട്, ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചാർജെല്ലാം സെറ്റായി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങണം. പോണതിന് മുമ്പ് നമ്മൾ ഇവിടെ നിന്നൊരു ചേട്ടൻ വിളിച്ചായിരുന്നു, വീടേറിയ വന്നിട്ട് കുറച്ച് ചായ കുടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ചേട്ടൻ വിളിച്ചതിന് ചേട്ടനോട് സംസാരിക്കാം. ചേട്ടൻ സിനി ഫീൽഡിൽ ഏതോ ഒരു സെക്ഷനാണ് ജോലി, വലിയ സെക്ഷൻ അല്ലാലും ചെറിയ സെക്ഷൻ ആയാലും എല്ലാം ഒരേപോലത്തെ ഒരു ജോലിയല്ലേ. അപ്പോൾ ചേട്ടനെ കൂടെ കണ്ടിട്ട് എന്താണെന്ന് കേട്ട് സംസാരിച്ചിട്ട് പോകാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാഗ് ക്യാരിയാണ്, ബാഗ് എടുത്തിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാൻ. അങ്ങനെ മച്ചാൻ നമ്മൾ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ വീട് ഇതായിരിക്കണം, ചേട്ടൻ്റെ മോനാണ്. ഹായ് ബ്രോ. ഹായ്. അപ്പോൾ ചേട്ടൻ കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വന്നതുകൊണ്ട് നമ്മൾ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വന്ന ഇടത്തിന് ഒരു വലിയൊരു വ്യൂ പോയിന്റ് കാണാനാണ് പോണത് കേട്ടോ. നമ്മളെ സോനുമാണ് വിളിച്ചുകൊണ്ട് പോകണത് നമുക്ക് കാണിക്കാൻ വേണ്ടി. നൈസാണ്. കുറച്ച് വെളുപ്പിനൊന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു മഞ്ഞ് മലയിൽ കാണാമായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ് വെയിലടിച്ച് കുറച്ച് പൊട്ടി കാണും, അതുകൊണ്ട് നമുക്ക് പറ്റണത്രയും കാണാൻ. വാ, ഇപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടല്ലോ. നമ്മൾ വന്നിട്ടുണ്ട്, മലയുടെ ഉയര വന്നിട്ടുണ്ട്, ഈ കുന്നിൻ്റെ ഉയര സെറ്റാണ്. എല്ലായിടവും കിളകളാണ് കിടക്കണം. അപ്പോൾ നമുക്കും ഇടത്ത് നോക്കാം, എല്ലായിടവും സെറ്റാണല്ലേ ബ്രോ? ഇവിടെയാണ് വെളുപ്പിനൊന്നാ പൊളിയായിട്ടിരിക്കും അല്ലേ ബ്രോ? മഞ്ഞിൻ്റെ ഈ വണ്ടിയെല്ലാം എവിടെ പോകണോ ബ്രോ? കൽക്കുവരിയാണോ? ഓ, എൻ്റെ ചേട്ടനും അതിൻ്റെ ഇതാണ്. ഉയരുന്ന താഴോട്ടാണ് ഇറങ്ങുന്നത്. നിങ്ങൾ കാണുമ്പോൾ അറിയാം, നല്ലൊരു കുത്തി ഇറക്കമാണ്. അങ്ങനെ കണ്ടായിരുന്നു.
ചെറിയ ചെറിയ മഞ്ഞ് പോലെ ഒരു ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഒരു സമയം ആയതുകൊണ്ട് കാണാൻ പറ്റണത്. കുറച്ച് കഴിയുമ്പോൾ അതും കാണാൻ പറ്റില്ല. നമ്മൾ നേരത്തെ വന്നെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയാണ് കാണാൻ പറ്റുമായിരുന്നു അല്ലേ ബ്രോ? മിസ് ചെയ്ത് പോയി. അറിഞ്ഞെങ്കിൽ ഇന്നലെ രാത്രി ഇവിടെ വന്ന് ടെൻ്റ് ഇടായിരുന്നു. നമുക്ക് ഇനി പോണതിൽ ഇനിയും കിട്ടുമല്ലോ നിറയെ. പക്ഷേ നമ്മൾ വളാഞ്ചേരി മെയിൻ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോയാൽ പാലക്കാടാണ്, ഇങ്ങോട്ട് പോയാൽ മലപ്പുറമാണ്. അപ്പോൾ സോനുപ്രോ ഇതുവരെ നമ്മളെ കൊണ്ടുപോയിട്ട് ഇനി നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. പോണ വഴിയിൽ നമുക്ക് കാണാൻ എല്ലാ ബന്ധങ്ങളെയും കാണാം. അതുപോലെ ബ്രോ ഇനി അങ്ങ് പറഞ്ഞാൽ അങ്ങോട്ട് കാസർഗോഡ് വരെ പോയിട്ട് അപ്പോൾ കാണാം ബ്രോ. ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നേരെ ഇറങ്ങാൻ ബ്രോണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രോ മച്ചാ നടന്ന് മലപ്പുറത്തിൻ്റെ തൊട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി 18 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ വരും വരെ കാണാൻ പറ്റണ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എൻ്റെ മുടിയിൽ ഫുള്ള് വിയർപ്പ് കൊണ്ട് 2 ഉച്ച വീഴുന്ന കിടക്കണം. അവൻ പൊക്കി വയ്ക്കും, അത് താഴോട്ട് വരും, പൊക്കി വയ്ക്കും, താഴോട്ട് വരും. ഞാൻ പോണ റൂട്ട് ഇങ്ങനെ കാണിച്ചു തരണോ? അടി കിട്ടുന്ന റൂട്ടാണ് കേട്ടോ. പച്ചേനരിക്കും കണ്ടല്ലോ ചാൻസ്. ഈ സൈഡ് എന്തോ കാട് പോലെ ഇരിക്കണം. ഇതോടാ ഇത് ഇങ്ങോട്ടൊരു മലക്കുന്ന് അങ്ങനെ ഉയരേറി പോകണം. ഒരു ചെറിയ റോഡാണ്, അങ്ങനെ ഒരു നൈസ് വൈബാണ് കേട്ടോ നടന്ന് പോകാൻ വേണ്ടി. സെറ്റ് സ്ഥലമാണ്. നമ്മളിന്നൊരു 3-4 മണിക്ക് നമ്മളിന്ന് കൺഫേം ആയിട്ട് മലപ്പുറം ടൗൺ എത്തും. അവിടെ നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇൻസ്റ്റയിൽ. ഇരുന്നെങ്കിൽ അവരെ മീറ്റ് ചെയ്ത് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം. ഡ്രസ്സ് വാഷ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ഡ്രസ്സ് വാഷ് ചെയ്യണം കേട്ടോ. അതാണ് എനിക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം ഇപ്പോൾ ഉള്ളത്. ഇന്നുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിരുന്നത്. ഈ നാളെയുള്ള ഡ്രസ്സ് ഇനി വാഷ് ചെയ്തില്ല. അപ്പോൾ അതിന് ഈ മലപ്പുറം ടൗണ് പോയിട്ട് തന്നെ എല്ലാം ഉള്ള സെറ്റപ്പ് നോക്കണം. എൻ്റെ മച്ചാൻ അങ്ങനെ നടന്നു വന്നതിൽ അടുത്തും പുൽപ്പാടങ്ങളോട്ടാണ് നടന്നു വന്നിട്ടുള്ളത്. ഞാൻ ഇന്നും നിറഞ്ഞില്ല. പോണ ഇടങ്ങളെല്ലാം പുൽപ്പാടങ്ങൾ നിറയെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ പുൽപ്പാടങ്ങളാണ്. ഈ 2 സൈഡും ഫുൾ പുൽപ്പാടങ്ങളാണ്. നമുക്ക് ഈ ചെറിയ റോഡിലോട്ടാണ് നടന്ന് പോണത് കണ്ടല്ലോ. കൂടുതലും നമ്മൾ പോണത് ഉൾ റൂട്ടിലോട്ടാണ് പോണത്. മെയിൻ റോഡ് പിടിക്കാൻ ഒരു മൈൻഡില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് നേരെ ഒരു 18 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നേരെ മലപ്പുറം എത്താൻ വേണ്ടി. അപ്പോൾ നമുക്ക് കാണിച്ച റോഡ് എന്ന് പറഞ്ഞാൽ ഉൾ റോഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡുകളാണ്. അപ്പോൾ നമുക്ക് പോവാം, പുൽപ്പാടങ്ങളല്ലേ. അപ്പോൾ ഒരു ഇയർക്കയുടെ കൂടെ നമ്മൾ മിങ്കിളായി കലന്ന് പോണതാണ് ഒരു സുഖം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം സ്ട്രൈറ്റാണ്. പോണ വഴിയിൽ എവിടെയെങ്കിലും നമുക്കൊരു റെസ്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ ലവ് മാരി റെസ്റ്റ് എടുക്കാം. ഓക്കെ അങ്ങനെ മച്ചാൽ നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ നൈസ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സ്പോട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, പുൽപ്പാടത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ വെള്ളപ്പൊക്കം. അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് ഇരിക്കാമെന്നൊരു പ്ലാൻ ഇട്ടിരുന്നത് കേട്ടോ. അത് കാണാൻ നൈസല്ലേ, ഇങ്ങനെ സ്ട്രൈറ്റ് കിടക്കും. അവിടെ നേരെ ഇവിടെ ഇരിക്കാം. അപ്പോൾ എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇന്നത്തെ വീഡിയോൻ്റെ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളുണ്ട്. ആ ഒരു എക്സ്പോർട്ടിങ് മാത്രം ഇട്ടിട്ട് അപ്ലോഡ് മാത്രം ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് മലപ്പുറം റോഡ് പോവാം കേട്ടോ. മച്ചാ അങ്ങനെ നമ്മൾ നടന്ന് നെൽപ്പാടത്തിൻ്റെ അകത്തോടാണ് നടക്കാൻ പോണത് കേട്ടോ. നമുക്ക് കാണിച്ചു തരാം. നമ്മളെ ബ്രോയാണ് വിളിച്ചുകൊണ്ട് പോണത്. ബ്രോ പേര് നൗഫലല്ലേ ബ്രോ? ബ്രോൻ്റെ പേര് നൗഫലാണ്. സ്പോട്ട് നൈസല്ലേ നടന്നു പോണ റൂട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ സ്പോട്ട്. അങ്ങനെ 2 പാടത്തിൻ്റെ ഇടയിലും നടന്ന് പോകുമ്പോൾ നമുക്ക് കിട്ടണ ഒരു എനർജിയും ഒരു ആംബിയൻസും വേറെ ലെവലാണ് കേട്ടോ. Artlist.io നമ്മൾ പുൽപ്പാടത്തിലുള്ള ഭംഗിയുടെ എൻജോയ് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നൈസായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റോഡിലോട്ട് ഇറങ്ങിയാണ് പോകാൻ പോണത്. കണ്ടല്ലോ നമുക്ക് റോഡ് ഇതാടക്കണം. ഈ മരങ്ങൾ നൈസല്ലേ കാണാൻ, സൂപ്പറായിട്ടുണ്ടല്ലോ. ഇത് പോവാം. റൂട്ടിൽ ഒരു വീടുകളില്ല മച്ചാനെ, ഫുൾ വെള്ളത്തോപ്പുകളായിട്ട് ഏരിയാണ്. സെറ്റ് വൈബ് 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 വൈബ്. Music licensing reimagined. എൻ്റെ മച്ചാൻ അത് പൊളിച്ചു കേട്ടോ. നമ്മൾ ഒറ്റ കിടക്കുന്ന ഇറക്കത്തിൽ നിന്നാണ് വന്നത്. ഇവിടെ പോകണം. ഇവിടെ നമുക്ക് ഇടത്തോട്ടാണ് പോകാനുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് ഈ റൂട്ടിലോട്ടാണ് പോകാനുള്ളത്. എങ്ങനെയാ മെയിൻ റോഡ് പിടിച്ച് കുറച്ച് ഊപ്പാടും കയറി. അത് വെച്ചാൽ നമ്മൾ നടന്ന് ഗ്രാമം റൂട്ടിലോട്ടാണ് നടന്ന് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫുൾ വീടുകൾ കുറവാണ് ഇവിടെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് വലത്തോട്ടാണ് പോകാനുള്ളത്.
ഏതോ ഒരു വൈബ് ഇരിക്കട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഏറിയത് കേട്ടോ. ഇനി നമുക്ക് സ്ട്രൈറ്റാണ് പോവാം. എന്നെ മച്ചാ സെറ്റ് ആയി കേട്ടോ. കണ്ടല്ലോ ഇവിടെ എല്ലാം എന്തോ വലിയ വലിയ മരങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാം വെട്ടിയെടുത്തിയാണ്. അത് കണ്ടോ, ഒരു കുന്ന് ഏറിയാണ് പോണത്. ചിലപ്പോൾ നമ്മൾ ആ കുന്ന് ഏറിയായിരിക്കും അടുത്ത് പോകാൻ പോണത്. എങ്ങനെ സെറ്റായിരിക്കും, നമ്മൾ വിലസി തകർക്കും കേട്ടോ. ഇപ്പോൾ മച്ചാ നടന്ന് വെയിലും ഈ മല റൂട്ടും നല്ല പണി കിട്ടും കേട്ടോ. കാലെല്ലാം കണ്ടല്ലോ, മസിൽസ് ഒരുമാതിരി തടിച്ചെടുക്കുന്നു, ഉരുണ്ടക്കട്ട പോലെ ചെയ്യണം. എന്താ പറയാ, നല്ലതാണ് മസിൽസ് പിടിക്കട്ടെ. ലാസ്റ്റ് നമ്മൾ കാലിനൊന്നും ആവാതിരുന്നാൽ കൊള്ളാം. വണ്ടികളൊന്നും പോകുമ്പോൾ നമ്മൾ നോക്കി ഒരുമാതിരി ഒരു ചിരി ഇരിക്കും. അപ്പോൾ ഞാനും നോക്കും, വേറെ ഒന്നുമില്ല. ഒരു 5 നിമിഷം ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞ് ഇരുന്നതാണ്. ഇത്ര ദൂരം നടന്നു, നിങ്ങളൊക്കെ അറിഞ്ഞു കാണും ഇത്ര ദൂരം നടന്നു വന്നത്. ഞാൻ നല്ല ടയർഡായിട്ടുണ്ട്. അപ്പോൾ ഇവർ വയൽപ്പാടത്തെ കണ്ടപ്പോൾ സൈഡിൽ ബാഗും വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്നായിരുന്നു കേട്ടോ. കുറച്ച് കാല് വേദനയുണ്ട്, ഫോണിന് ചാർജ് ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ഈ ചാർജ് ഇടാം ചെറുതാ, ഇട്ടിട്ട് ഇങ്ങോട്ട് പോകാമെന്നൊരു ഐഡിയ ചെയ്യണം. ഓക്കെ, മലപ്പുറം ബോർഡ് ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് മലപ്പുറത്തേക്ക് പോകാൻ വേണ്ടി. ഞാൻ നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ. എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ നിറയെ പറയാനുണ്ട്. ഇതെല്ലാத்தையும் ചേർത്ത് വെച്ചിട്ട് ഞാൻ ഒരു സിംഗിൾ വീഡിയോ ഞാൻ ഇറക്കാൻ പോവാം കേട്ടോ. ഇത്രയും ദിവസം ഞാൻ നടന്നു വന്ന് ഇത്രയും കിലോമീറ്റർ ക്രോസ് ചെയ്ത് ഇത്രയും ഡിസ്ട്രിക്റ്റ് ഞാൻ ക്രോസ് ചെയ്ത് വരുമ്പോൾ ചില പേര് അതിപ്പോൾ ഞാൻ പറഞ്ഞു തീക്കണില്ല. അതിൽ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു സിംഗിൾ ക്ലിപ്പ് വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് റിലീസ് ചെയ്ത് കാണിച്ചു തരാം. അതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് എന്നെ കണ്ട് എനിക്കൊന്നുമില്ല കേട്ടോ. ചിലവരെ വിചാരിക്കുമ്പോൾ എനിക്ക് നല്ല തെറിയാണ് ഓർമ്മ കേട്ടോ. അപ്പം മച്ചാ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ട് വരണ വഴിയിലുള്ള ക്ലിപ്പ് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറയിൽ ചാർജ് ഫുൾ ഡ്രൈ ആയിരുന്നു. ഫോണിലെടുക്കാൻ നോക്കിയപ്പോൾ ഫോണിൽ ഫുൾ ബ്ലാക്കാണ് കാണുന്നത്. ഈ ബാക്കിൽ കൊള്ളാല് ഷാഡോ ടൺ ഫുൾ ഷാഡോ കേട്ടോ. അതുകൊണ്ട് ഓക്കെ, റൂമിൽ വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം എന്തോ ഒരു പ്ലാനിലാണ് ഇപ്പോൾ വന്ന് എൻ്റെ വീഡിയോ എടുക്കണത്. അതുപോലെ ഇന്നത്തെ സ്റ്റേ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത് നമ്മൾ ഫിറോസിക്കയാണ്. ഫിറോസിക്കയുടെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരു അങ്കിൾ, അബ്രോഡിലിരിക്കുന്ന അങ്കിളാണ്. അവർ ഇന്ന് അവരെ ഫ്രണ്ട്, നാട്ടിലുള്ള ഫ്രണ്ടെ കോൺടാക്ട് ചെയ്ത് അവരാണ് നമ്മൾ വിളിച്ചിട്ട് പോയി ഫുഡെല്ലാം വാങ്ങി തന്നിട്ട് നമുക്ക് സ്റ്റേക്കുള്ളതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. നാളെ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോവുക. എന്തെന്ന് പറഞ്ഞാൽ ഇത്ര ദൂരം വന്നിട്ട് റെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഡ്രസ്സെല്ലാം വാഷ് ചെയ്യണം. ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് നാളെ കഴിഞ്ഞ് രാവിലെ 7 മണിക്ക് ഇവിടെ നേരെ കോഴിക്കോട്ടിലാണ് പോകാൻ പ്ലാന്. അതുപോലെ ഇനി കുറച്ച് പറയാനുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു കാണും ചെറുതാ. എന്ത് പറയണമെന്ന് പറഞ്ഞാൽ ഈ ട്രിപ്പ് ഇറങ്ങിയത് ഞാൻ ഇത്ര ദൂരം കഷ്ടപ്പെട്ട് ഇത്ര ദൂരം കുറച്ച് എന്ത് പറയാൻ കുറച്ച് കാര്യങ്ങളിൽ വേണ്ടി ഇറങ്ങിയതാണ്. അതും എനിക്ക് വേണ്ടി കൂടെ അല്ല, ചില നല്ല നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഇറങ്ങിയത്. ബട്ടാണ് എനിക്ക് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതുമില്ലാതെ ചിലവർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണ് ഇങ്ങോട്ട് പോണ്, അതേപോലെ തന്നെ ഇവിടെ നിന്ന് മാക്കാഞ്ചാടി പോണ്, ഇവിടെ നിന്ന് തലകുത്തനെ ഡൈവ് അടിച്ച് പോണ്, അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്ക് എല്ലാവർക്കും സപ്പോർട്ടുണ്ട്. അറിഞ്ഞൂടാത്ത കേൾക്കാണ്. ഞാൻ ഒരു കള്ളത്തനം ചെയ്ത് ഒരു നെഗറ്റീവ് അടിച്ച് പോയെന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുമോ നിങ്ങൾ? അങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനും അതേപോലെ കള്ളത്തനം ചെയ്ത് നെഗറ്റീവ് അടിക്കാം. ആണ് എന്തുകൊണ്ട് അത് പറ്റണില്ല കേട്ടോ. എനിക്ക് സത്യം പോലെയാണ് ചെയ്യാനുള്ളത്. എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കൽക്കി എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പോലെ തന്നെ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ദിവസം എല്ലാവരും ഓൾ കേരള വാക്ക് എന്ന് പോണായാലും ഓൾ കേരള വാക്ക് ഇരുന്നാലും ഞാൻ നടന്നതിനെ പോവുള്ളൂ. ഇതുവരേക്കും ഞാൻ വന്ന റൂട്ടിൽ ആർക്ക് വേണമെങ്കിലും കേൾക്കട്ടെ, ഞാൻ ഒരു വണ്ടി 1 കിലോമീറ്ററിന് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വണ്ടി ഏറിയിട്ടുണ്ടാകുന്ന ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഓക്കെ കേട്ടോ. എന്നു പറഞ്ഞാൽ ഒരു വണ്ടി അറിയില്ല, ഞാൻ ജെന്യൂനായിട്ടാണ് നടന്നു പോകുന്നത്. അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് സപ്പോർട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കഷ്ടമുണ്ട് കേട്ടോ. കേൾക്കണ വരുവാണെങ്കിൽ എല്ലാവരും കേൾക്കും, ബ്രോ ഇത്ര ദൂരം നടന്നു വന്നാൽ അതെല്ലാം എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെയാണ് എനിക്ക്. എല്ലാം മറ്റൊരു പോലെ എനിക്ക് ഫാൻസ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ஆனால் എനിക്കതെല്ലാം അവർ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ. എൻ്റെ കൽക്കി ഫാമിലിയുള്ള ഒരു മെമ്പേഴ്സാണ്. എപ്പോഴും അവരെല്ലാം ജെന്യൂൺ എന്നെപ്പോലെ അവരും ജെന്യൂനാണ്. ബട്ടാണ് ബാക്കിയുള്ളവരെല്ലാം ചെയ്യണ കള്ളത്തനത്തിൽ ഫ്രണ്ടിൽ പോലീസ് ബന്ദേഗോസ്, അവരെ കൂടെ ഒരു 10-100 പേര് പോണത്, അതിലെന്തിനാ ഒരു കാര്യമില്ലാത്ത ഒരു സാധനത്തിന് പോണതെല്ലാം വേസ്റ്റ്. ഓക്കെ, ഒരു ദൈവത്തിൻ്റെ ഇതോ ഒരു കാസ്റ്റിൻ്റെ സ്പിരിച്വാലിറ്റി ഇങ്ങനെ സാധനങ്ങളെല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും. അതെന്തിനാ ഒരു മനുഷ്യന് വേണ്ടി നല്ല കാര്യം ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇതിനെല്ലാം എന്തിനാ സപ്പോർട്ട് ചെയ്യണത്? ഇതെല്ലാം വെച്ചിട്ട് അവർ വീഡിയോ ചെയ്യാൻ പോവുക കേട്ടോ.
അത് എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാനുള്ള നിറയെ കാരണങ്ങളുണ്ട്. അവരങ്ങനെ എൻ്റെ അടുത്ത് പ്രോബ്ലം എനിക്ക് ഒരു ഇഷ്യൂ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഞാൻ കൺഫേമായിട്ട് കേൾക്കും അവർക്ക് കേട്ടോ. ഞാൻ അടുത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ വളവളാൻ സംസാരിക്കുന്നില്ല. എല്ലാം പറഞ്ഞ പോലെ ഞാൻ സെറ്റായിട്ടുണ്ട്, കിടക്കാൻ വന്നിട്ടുണ്ട്, ഇന്നത്തെ സ്റ്റേയും ഫുഡും എല്ലാം സെറ്റായിട്ടുണ്ട്. അതേപോലെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ ബെൽ ബട്ടൺ അമുക്കാൻ മറക്കല്ല കേട്ടോ. എന്നാൽ തന്നെ നിങ്ങൾ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അടുത്തോട്ടൊന്ന് കാണാൻ പറ്റുള്ളൂ. അതേപോലെ ഇന്ന് എൻ്റെ ക്യാമറയ്ക്ക് താഴെ വീന്ന് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഡിസ്പ്ലേ ഞാൻ കൈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു ഫേഡ് അടിക്കണുണ്ട് കേട്ടോ. ഈ ഫേഡ് പറഞ്ഞത് അതുകൊണ്ടാണ്. എൻ്റെ ലെൻസിൻ്റെ അവിടെയാണ് കീറിയിരിക്കുന്നത്. ഇതെല്ലാം ആരത്ത് പറഞ്ഞ് ആർക്ക് കഷ്ടം, ഞാൻ മാത്രം തന്നെ വരുത്തപ്പെടാൻ പറ്റുള്ളൂ. അതേപോലെ എല്ലാ മച്ചാന്മാർക്കും ഗുഡ് നൈറ്റ്, ബൈ.